ചരിത്രത്തിലൂടെയും പുരോഗതിയിലൂടെയും പ്രൗഢിയോടെ നിലനിൽക്കുന്ന ബഹ്റിൻ എന്ന ദ്വീപ് രാഷ്ട്രം ഇന്ന് ദേശീയോത്സവത്തിന്റെ തിളക്കത്തിലാണ്. ഇന്ന് ഡിസംബർ 16 ബഹ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമായ ഈദുൽ വദാൻ ആചരിക്കുമ്പോൾ അതിന് കേവലം ഒരു വാർഷിക ഉത്സവം എന്നതിലുപരി ചരിത്രപരവും സാംസ്കാരികവുമായ വലിയ പ്രാധാന്യമുണ്ട്. ലോക ഭൂപടത്തിൽ ഏറ്റവും പഴക്കമേറിയ രാഷ്ട്രങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന ബഹ്റിന്റെ വേരുകൾ BC 3-ാം സഹസ്രാബ്ദത്തിൽ ദിൽമുൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ലോകാന്തര വാണിജ്യ കേന്ദ്രങ്ങളിലേക്ക് നീളുന്നു. മുത്തുവാരലിന്റെ തലസ്ഥാനമായിരുന്ന ഈ പ്രദേശം പിന്നീട് 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക ഭരണത്തിന്റെ ഭാഗമാവുകയും 18-ാം നൂറ്റാണ്ട് മുതൽ അൽ ഖലീഫ കുടുംബത്തിന്റെ ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. ദീർഘകാല ബ്രിട്ടീഷ് സംരക്ഷണ ഉടമ്പടിക്ക് കീഴിലുണ്ടായിരുന്നെങ്കിലും 1971 ഓഗസ്റ്റ് 15-ന് ബ്രിട്ടനുമായി ഒപ്പുവെച്ച ഉടമ്പടിയിലൂടെയാണ് ബഹ്റിൻ പരമാധികാരം നേടിയെടുത്തത്. എങ്കിലും ആധുനിക ബഹ്റിന്റെ ശില്പിയും സ്വതന്ത്രമായ രാജ്യത്തിന്റെ ആദ്യ അമീറുമായി കണക്കാക്കുന്ന ഷെയ്ഖ് ഇസ ബിൻ സൽമാൻ അൽ ഖലീഫ അധികാരമേറ്റ 1971 ഡിസംബർ 16-നാണ് രാജ്യം തങ്ങളുടെ ദേശീയ ദിനമായി പ്രഖ്യാപിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത്. ബഹ്റിൻ ഇന്നൊരു ഭരണഘടനാപരമായ രാജവാഴ്ചയാണ്. കിങ് ഹമാസ് ബിൻ ഇസ അൽ ഖലീഫയുടെ ഭരണത്തിന് കീഴിൽ രാജ്യം രാഷ്ട്രീയ സ്ഥിരത നിലനിർത്തുന്നു. രാജാവ് നിയമിക്കുന്ന ഷുറ കൗൺസിലറും പൊതു തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധി സഭയും ചേർന്നുള്ള ദ്വസഭാ സംവിധാനം രാജ്യത്തിന്റെ നിയമനിർമ്മാണത്തിൽ സുസ്ഥിരത ഉറപ്പുവരുത്തുന്നു. എണ്ണയെ മാത്രം ആശ്രയിക്കാതെ ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സേവനങ്ങൾ, ടൂറിസം എന്നീ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സാമ്പത്തിക രംഗത്ത് വൈവിധ്യവൽക്കരണം വരുത്തിയ ബഹ്റിൻ ഗൾഫ് മേഖലയിലെ ഒരു പ്രധാന സാമ്പത്തിക കേന്ദ്രമായി വളർന്നു കഴിഞ്ഞു. ദേശീയ പതാകയുടെ ചുവപ്പ്, വെള്ള വർണ്ണങ്ങളിൽ നഗരങ്ങളിൽ ദീപാകൃതമാവുകയും ബഹ്റിൻ ഇന്റർനാഷണൽ സർക്യൂട്ട് ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ വർണ്ണാഭമായ വെടിക്കെട്ടുകളും സൈനിക പരേഡുകളും പരമ്പരാഗതമായ ഖലീജി നൃത്തങ്ങളും സംഗീത പരിപാടികളും അരങ്ങേറുന്ന ഈ ആഘോഷവേളയിൽ എല്ലാ ബഹ്റിൻ പൗരന്മാർക്കും പ്രവാസി സമൂഹത്തിനും ഐക്യത്തിന്റെയും പുരോഗതിയുടെയും ഈ ദേശീയ ദിനത്തിൽ ആശംസകൾ നേരുന്നു.